ബംഗ്ലാദേശിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന ഹിന്ദു ജനതയ്ക്ക് ആശ്വാസമാകുകയാണ് നരേന്ദ്രമോദി സർക്കാർ. മുഹമ്മദ് യൂനസിന്റെ പുതിയ സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിൽ എത്തുന്നത് പോലും നരേന്ദ്രമോദിക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് പോലും സാധിക്കാത്തത് സാധിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോഴിതാ ഇന്ത്യൻ സർക്കാർ. ഇന്ത്യയുടെ പിന്തുണയും സഹായവും അധികാരത്തിലേറാൻ അഭ്യർത്ഥിച്ച പുതിയ പ്രസിഡന്റ് മുഹമ്മദ് യൂനസിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രം: ബംഗ്ലാദേശിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ ആരെയും ഇനി അനുവദിക്കരുത്. ഹിന്ദു ജനതയ്ക്കും ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യവും നീതിയും ഉറപ്പാക്കണം. അവരെയും മതന്യൂനപക്ഷമായി തന്നെ കണക്കാക്കണം. ബംഗ്ലാദേശിലെ ജനതയെ തന്നെ കണക്കാക്കണം. വിഭജനം നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ 27% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് വെറും 9%. അതുകൊണ്ട് തന്നെ ഹിന്ദു ജനതയുടെ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം ഉണ്ടായിട്ട് മതി അധികാരത്തിലേറുന്നത്. ഈ ആവശ്യം മുഹമ്മദ് യൂനുസ് വാക്കാൽ അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതും അതിന് ഇന്ത്യ അനുവാദം നൽകിയതും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എല്ലാവിധ സുരക്ഷയും ഇന്ത്യ ഉറപ്പു നൽകുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല. ഹൈന്ദവ ജനതയെ ഇനി തൊട്ട് കളിച്ചാൽ വിവരമറിയുന്ന മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മതപരിവർത്തനങ്ങൾക്ക് കോൺഗ്രസ് നൽകി വന്നിരുന്ന പിന്തുണയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ നുഴഞ്ഞുകയറ്റക്കാർക്ക് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ അഭയാർത്ഥികൾക്ക് ആ അവകാശങ്ങൾ അവർ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് നിർബന്ധിത മതപരിവർത്തനവും നാടുകടത്തലും കാരണം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ 27% ഇന്ന് വെറും 9% കുറഞ്ഞെന്ന്. ഇവർ എവിടെ പോയി എന്ന അമിത്ഷായുടെ ചോദ്യത്തിന് ബംഗ്ലാദേശിന് പക്ഷേ മറുപടിയില്ല. പശ്ചിമ ബംഗാളിൽ നിന്ന് നിരവധി പേരെ ബംഗ്ലാദേശിലേക്ക് എത്തിച്ച് മതപരിവർത്തനം നടത്തിയെന്നതും പോലീസിന്റെ രേഖകളിലുണ്ട്. മതപരിവർത്തനത്തിന് വിസമ്മതിച്ചവരെയൊക്കെ ബംഗ്ലാദേശ് അധികൃതരുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് നാട് കടത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇങ്ങനെ നാടുകടത്തിയവർക്കൊപ്പം ഇവരും ഇന്നലെ അവരെ അഭയാർത്ഥികളായിട്ടായിരുന്നു ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പദവിയുള്ളവർ ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. പൗരത്വത്തിന് അപേക്ഷിക്കാൻ ആരും മടിക്കേണ്ടതില്ല. പൗരത്വം നൽകുന്നതിൽ കാലതാമസം ഉണ്ടായത് സർക്കാർ കാരണമാണെന്നും ജനങ്ങൾ കാരണമല്ലെന്നും അമിത്ഷാ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ അഭയം തേടിയവർക്ക് 1947 മുതൽ 2014 വരെ പൗരത്വം നിഷേധിച്ചിരുന്നു. അതിന് കാരണം മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. പിന്നീട് വന്ന നരേന്ദ്രമോദി സർക്കാരാണ് അതിനുള്ള നടപടികൾ തുടങ്ങിയതും. CAA രാജ്യത്ത് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം നൽകുന്നതിന് മാത്രമല്ല, അവർക്ക് നീതിയും അവകാശങ്ങളും നൽകാൻ കൂടിയാണെന്ന ഉറപ്പാണിപ്പോൾ കേന്ദ്ര സർക്കാർ അഭയാർത്ഥികളുടെ മുന്നിൽ നൽകുന്നതും.